2026 NTA നടത്തുന്ന എക്സാമുകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് 2026 JEEയുടെ 2 ഫേസിൻ്റെ ഡേറ്റുകൾ NTA നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. JEE സാധാരണ നടക്കുന്ന തീയതികളിൽ തന്നെയാണ് NTA പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഫേസ് സാധാരണ നടക്കുന്നത് പോലെ ജനുവരിയിലെ അവസാനത്തെ ആഴ്ച, ജനുവരി 21 മുതലാണ് എക്സാം നടക്കുന്നത് പറയുന്നത്. 30 ജനുവരി വരെ ആ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നത് പോലെ ആദ്യത്തെ ഫേസ് JEE നടക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഈ മാസം ഒക്ടോബർ മാസത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം NTA കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബറോട് കൂടി തന്നെ JEEയുടെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് JEE എക്സാം നടക്കുന്നുണ്ടാവുക. അതുപോലെ JEEയുടെ സെക്കൻഡ് ഫേസ്, രണ്ടാമത്തെ ഫേസ് നടക്കാൻ വേണ്ടി പോകുന്നത് ആപ്ലിക്കേഷൻസ് ജനുവരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ജനുവരിയിൽ തന്നെ സെക്കൻഡ് ഫേസിനുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 10 വരെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നടന്ന അതേ ഫേസിൽ തന്നെയാണ് JEE ഈ വർഷം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും നീറ്റിൻ്റെ കാര്യത്തിലോ അതുപോലെ തന്നെ CUETൻ്റെ കാര്യത്തിലോ ഒന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. നീറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ മെയ്യിലെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ നടക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 2026 മെയ് 3 ആയിരിക്കും നീറ്റിനുള്ള നോട്ടിഫിക്കേഷൻസ്, എക്സാം നടക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക. നോട്ടിഫിക്കേഷനും അതിൻ്റെ ആപ്ലിക്കേഷനെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജനുവരി മാസത്തിലാണ്. ജനുവരി മാസത്തിൻ്റെ അവസാന ഭാഗത്തോടു കൂടി തന്നെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ആൻഡ് ഈ വർഷവും നീറ്റിൻ്റെയോ JEEയുടെയോ എക്സാം പാറ്റേണിലൊന്നും കഴിഞ്ഞ വർഷത്തിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യതയില്ല. നീറ്റ് സാധാരണ പോലെ പെൻ ആൻഡ് പേപ്പർ മോഡിൽ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും. JEE കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് CBT ആയിട്ടായിരിക്കും ഡിഫറെൻറ്റ് സെഷൻസ് ആയിട്ട് തിരിച്ച് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരത്തെ സെഷൻസ് തിരിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ തരികയും അത് നോർമലൈസ് ചെയ്തിട്ടുള്ള റിസൾട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ NTAയുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആക്കുന്നത് നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അടുത്ത വർഷത്തെ പാറ്റേണിലേക്ക്. സോ എല്ലാവരും JEE എഴുതാൻ വേണ്ടി പോകുക എന്നുള്ളത് തന്നെയാണ്. JEEനെ പറ്റിയിട്ട് ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്. JEE എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഈ വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ JEE എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് JEE ഫേസ് 1 പറയാം. നമുക്കറിയാം JEE എഴുതുന്ന ടോട്ടൽ കുട്ടികളിൽ നമ്മളുടെ സ്കോർ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പെർസെൻറ്റൈൽ സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ JEE ഫേസ് 1 സാധാരണ കുറവ് കുട്ടികൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്കോറുകൾ കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത് എപ്പോഴും ഫേസ് 1 തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്രിപ്പയർ ഫോർ ദ ഫേസ് 1 ഓഫ് JEE. അത് തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ തന്നെ നമ്മൾ പറയുന്ന 95% എബോവ് കിട്ടി NITയിലൊക്കെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ഇനി JEE ഫേസ് 2 ഏപ്രിൽ നടക്കുന്നത് നമുക്ക് ആദ്യ ഫേസ് കഴിഞ്ഞിട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാത്രം കണക്കൂട്ടുക. ഒരിക്കലും ടാർഗറ്റ് ആയിട്ട് JEE ഫേസ് 2 വെക്കരുത്. ടാർഗറ്റ് ഈസ് JEE ഫേസ് 1 തന്നെയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ അതനുസരിച്ചിട്ട് വളരെ ഇൻറ്റൻസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഓരോരുത്തരോട് റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്ത വർഷത്തെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ വർഷം JEE എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, അവരുടെ രക്ഷിതാക്കളെ പരിചയമുണ്ടെങ്കിൽ ഈ വീഡിയോ നേരിട്ട് അവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ അപ്ഡേറ്റുകളെല്ലാം തന്നെ അവർക്ക് എത്തുന്ന രൂപത്തിൽ അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. നമുക്ക് അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ കാണാൻ വേണ്ടി.